സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയും ദൈവത്തിൻ്റെ കാരുണ്യവും. 106-ാം സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവീൻ, കർത്താവിന് നന്ദി പറയുവീൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു. ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു. ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു. അവർ അവിടുത്തേക്ക് സ്തുതി പാടി. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു. അവിടുത്തെ ഉപദേശം തേടിയില്ല. മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി. വിജന പ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരകരോഗം അയച്ചു. ജനം പാളയത്തിൽ വെച്ച് മോശയുടെയും കർത്താവിൻ്റെ വിശുദ്ധനായ അഹറോൻ്റെയും നേരെ അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദാതാനെ വിഴുങ്ങുകയും അബീറാമിൻ്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി. അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തെരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. അവർ മനോഹരമായ ദേശം നിരസിച്ചു. അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുത്തു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു. അവർ പേയോറിലെ ബാലിൻ്റെ അനുയായികളായി. നിർജീവ ദേവന്മാർക്കർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. അപ്പോൾ ഫിനഹാസ് ഇടപെട്ടു. അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു.
അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവന് മനോവേദനയുളവാക്കി. അവൻ വിവേകരഹിതമായി സംസാരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല. അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അത് അവർക്ക് കെണിയായി തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ പിശാചുകൾക്ക് ബലിയർപ്പിച്ചു. അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തു. അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വൈരികൾ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർ അവരുടെ അധികാരത്തിന് കീഴമർന്നു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തൻ്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവൻ ആമേൻ എന്ന് പറയട്ടെ. കർത്താവിനെ സ്തുതിക്കുവീൻ. സഹോദരങ്ങളെ, സങ്കീർത്തനം 106 അധ്യായം ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള രാജകീയ ഗീതങ്ങളുടെ ഭാഗമായ ഒരു വിലാപ കീർത്തനമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ മഹാദയവും മനുഷ്യരുടെ അവിശ്വാസവും പ്രതിഫലിക്കുന്ന മനോഹരമായ ഈ ഗീതം ദൈവത്തിൻ്റെ വിശ്വാസ്യതയും മനുഷ്യൻ്റെ പാപവും തമ്മിലുള്ള സംഘർഷത്തെ വ്യക്തമാക്കുന്നു. അതൊരു സംഘർഷം തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവം മിസ്രൈമിൽ നിന്നുള്ള മോചനത്തിൻ്റെ അത്ഭുതങ്ങൾ, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദയ, ദാഥാനെയും അഭിരാമിനെയും ശിക്ഷിക്കുന്നത്, ഹോരേബിൽ കാളവിഗ്രഹം നിർമ്മിക്കുന്നതും ഒക്കെയായുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരുടെ പാപവും ദൈവത്തിൻ്റെ ശിക്ഷയും ഈ ഗീതത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ വാഗ്ദാനങ്ങൾക്കും അനുസരിച്ച് അവൻ തൻ്റെ ജനത്തെ മോചിപ്പിക്കുകയും അവർക്കായി കരുണ കാണിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമാണ് എന്നും ഈ ബൈബിൾ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പാപപങ്കിലമായ ഇന്നത്തെ ലോകത്ത്, കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ നേതൃത്വ ജീവിതത്തിൽ, സമൂഹത്തിലൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം പാടെ മറന്നുപോയിരിക്കുന്നു എന്ന് തിരിച്ചറിയാം. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പാടെ തകർന്നു പോകുന്നു, അഹങ്കാരത്താൽ നിറയുന്നു. അത് ആ വ്യക്തി തിരിച്ചറിയാണ്ട് പോകുന്നു. എളിമയിൽ നിന്നുള്ള ദൈവത്തോടുള്ള വിളി, ആ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുക എന്നുള്ളത് നാം തിരിച്ചറിയാം. അത് ഈ നിമിഷം തന്നെ നാം തിരിച്ചറിയണം. എളിമയില്ലാതെ ഞാനെന്ന ഭാവത്തോടുകൂടി നാം ജീവിക്കുമ്പോൾ നമ്മൾ ചടങ്ങുകൾ മാത്രം നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ് എന്നുള്ള സത്യം പലപ്പോഴും നാം ആ പാപാവസ്ഥയിൽ, അഹങ്കാരത്തിൽ ഇരിക്കുമ്പോൾ നാം തിരിച്ചറിയാറില്ല. അതാണ് സാത്താൻ്റെ തന്ത്രവും. പാപത്തിൻ്റെ ഫലങ്ങൾ വ്യക്തിയുടെ മനസ്സിലും കുടുംബത്തിലും സാമൂഹിക ബന്ധങ്ങളിലുമൊക്കെ പ്രതിഫലിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തി ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിലേക്കും പടർന്ന് പന്തലിച്ച് നീരാളി കൈകൾ പോലെ നമ്മുടെ ജീവിതത്തെ അർത്ഥശൂന്യമാക്കി മാറ്റുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും ഈ സങ്കീർത്തന ഭാഗത്തെ സന്ദേശത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. കർത്താവായ യേശു തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ ക്ഷമ, കരുണ എന്നിവയെ മനോഹരമായി പ്രകടിപ്പിച്ചു. പല രീതിയിൽ ശിഷ്യന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലും അതേപോലെ തന്നെ പാരബിൾസിൽ കൂടെ, ഉപമകളിൽ കൂടെയൊക്കെ യേശു തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഈ സ്നേഹം നമ്മൾക്കാണ് അനുഭവവേദ്യമാക്കി തന്നിരിക്കുന്നത്. അത് നാം അനുഭവിക്കേണ്ടവരാണ്. കർത്താവ് പാപികളോട് ക്ഷമിച്ചു, അവരോട് ദയ കാണിച്ചു, സത്യം ഉപദേശിച്ചു കൊടുത്തു. ഈ സന്ദേശം സങ്കീർത്തനം 106 ദൈവത്തിൻ്റെ കരുണയുടെയും മനുഷ്യൻ്റെ അവിശ്വാസത്തിൻ്റെയും കഥയുമായി നന്നായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർത്താവിന് വേണ്ടിയുള്ള ജീവിതത്തിൽ, കർത്താവിനെ
പിന്തുടർന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്ന, ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഒബീഡിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പഴയ നിയമത്തിൽ പറയുന്നു. പാപത്തിൽ നിന്ന് മടങ്ങി വരാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാം. ഇത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സങ്കീർത്തനം 106 സന്ദേശം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും മനുഷ്യൻ്റെ അവിശ്വാസവും തമ്മിലുള്ള അവസ്ഥയെപ്പറ്റി. ഈ സന്ദേശം നമ്മെ തികഞ്ഞ പുനർപരിശോധനയിലേക്കും ദൈവത്തിലോടുള്ള വിശ്വാസത്തിലേക്കും നയിക്കട്ടെ. സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുക, പാപത്തിൽ നിന്ന് മടങ്ങി വരിക, പശ്ചാത്തപിച്ച് ഉറച്ച തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ദൈവത്തിൻ്റെ കരുണയും മനുഷ്യൻ്റെ അവിശ്വാസവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം, പാപത്തിൽ നിന്ന് മടങ്ങി വരാം. ഈ സന്ദേശങ്ങൾ നമ്മെ ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് നയിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ ജീവിതത്തിൽ സത്യവും സ്നേഹവും നമുക്ക് അനുഭവിക്കാം, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകുകയും ചെയ്യാം. നമുക്ക് സ്വയം നമ്മളെ അപ്പമായി മുറിച്ച് മറ്റുള്ളവർക്ക് നൽകുന്ന കർത്താവിൻ്റെ ആ നല്ല സുവിശേഷം കുരിശിലേക്ക് നോക്കി നമ്മൾക്ക് അത് അതുപോലെ തുടരാം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹിമയിലേക്ക് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ ജീവിതങ്ങൾ സമ്പൂർണ്ണമാകട്ടെ, സന്തുഷ്ടമാകട്ടെ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. പിതാവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി, സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ കേട്ടറിയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.